നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് കണ്ണിൽ കാണുന്നതിനേക്കാൾ വലിയ ചില സത്യങ്ങളുണ്ട്. ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ട എന്നാൽ മനുഷ്യബുദ്ധിക്ക് ഇന്നും അവിശ്വസനീയമായി തോന്നുന്ന യാഥാർത്ഥ്യങ്ങൾ. ഇവിടെ നമ്മൾ പറയുന്നത് ഭാവനയിൽ വിരിഞ്ഞ കഥകളല്ല, മറിച്ച് ഔദ്യോഗിക രേഖകളിലുള്ള ലോകം ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സംഭവങ്ങളാണ്. യുക്തിക്കും ശാസ്ത്രത്തിനുമപ്പുറം നിൽക്കുന്ന ആ നിഗൂഢ സത്യങ്ങളുടെ ഫയലുകളിൽ ഓരോന്നായി പരിശോധിക്കാം. വെൽക്കം ടു ദ മിസ്റ്ററി ഫയൽസ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വിജനമായ സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു കപ്പൽ അലഞ്ഞു തിരിയുന്നു. നിങ്ങൾ ആ കപ്പലിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ അടുക്കളയിൽ പാത്രങ്ങൾ കാണുന്നു. ഭക്ഷണമേശയിൽ പകുതി കഴിച്ച നിലയിൽ ആഹാരമിരിക്കുന്നു. വിലപിടിപ്പുള്ള സ്വർണവും പണവും അവിടെ തന്നെയുണ്ട്. കപ്പലിലെ ക്ലോക്കുകൾ കൃത്യമായി ടിക് ടിക് ശബ്ദത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സാധാരണ നിലയിലാണ്. പക്ഷേ ഒരേ ഒരു കാര്യത്തിൻ്റെ കുറവ് മാത്രം. അവിടെ ഒരു മനുഷ്യൻ പോലും ജീവനോടെയില്ല. ഒരു തുള്ളി രക്തം പോലും അവിടെ വീണിട്ടില്ല. ഒരു പോരാട്ടം നടന്ന ലക്ഷണവുമില്ല. അങ്ങനെയെങ്കിൽ ആ കപ്പലിലുണ്ടായിരുന്ന 10 മനുഷ്യർ എങ്ങോട്ട് പോയി? അവർ വായുവിൽ അലിഞ്ഞുപോയതാണോ? അതോ കടലിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ശക്തി അവരെ കൊണ്ടുപോയതാണോ? ചരിത്രത്തിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ഏറ്റവും വലിയ നിഗൂഢതയാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആ പ്രേതക്കപ്പൽ മേരി സെലസ്റ്റ്. ഇന്ന് ദ മിസ്റ്ററി ഫയൽസിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന, ഇന്നും ലോകത്തെ വിറപ്പിക്കുന്ന ആ സത്യത്തിലേക്കാണ്. 1872 നവംബർ 7 ന്യൂയോർക്കിലെ സ്റ്റാറ്റൻ ഐലൻഡിൽ നിന്ന് ഇറ്റലിയിലെ ജനോവയിലേക്ക് മേരി സെലസ്റ്റ് എന്ന കപ്പൽ യാത്ര തിരിക്കുന്നു. കപ്പലിലുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ എലിസബത്ത്, അവരുടെ 2 വയസ്സുകാരിയായ മകൾ സോഫിയ, പിന്നെ പരിചയസമ്പന്നരായ 7 കപ്പൽ ജീവനക്കാരും. മദ്യത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 1700ഓളം വീപ്പ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ആയിരുന്നു കപ്പലിലെ ചരക്ക്. വളരെ സമാധാനപരമായ ഒരു യാത്രയായിരുന്നു അത്. കടൽ ശാന്തമായിരുന്നു. കപ്പലിന് മികച്ച വേഗതയും ഉണ്ടായിരുന്നു. കൃത്യം 1 മാസത്തിന് ശേഷം ഡിസംബർ 5 ഡീഗ്രാറ്റിയ എന്ന മറ്റൊരു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ മോർഹൗസ് ദൂരെ ഒരു കപ്പൽ വരുന്നത് കണ്ടു. എന്നാൽ ആ കപ്പലിൻ്റെ സഞ്ചാരം വളരെ വിചിത്രമായിരുന്നു. കപ്പലിൽ ആരെയും പുറത്തു കാണാനില്ല. പരിഭ്രമിച്ച മോർഹൗസ് തൻ്റെ ജീവനക്കാരെ അങ്ങോട്ടയച്ചു. അവർ ആ കപ്പലിൽ കയറി പരിശോധിച്ചു. കപ്പലിൻ്റെ പായകൾ പകുതി വിരിച്ച നിലയിലായിരുന്നു. ഡെക്കിന് താഴെ വെള്ളം കയറിയിരുന്നെങ്കിലും കപ്പൽ മുങ്ങാൻ മാത്രമുള്ള അപകടമൊന്നും അവിടെ കണ്ടില്ല. എന്നാൽ കപ്പലിനുള്ളിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ ഭക്ഷണമേശയിൽ പകുതി കഴിച്ച നിലയിലുള്ള ഭക്ഷണമുണ്ടായിരുന്നു. കപ്പലിലെ ക്ലോക്കുകൾ കൃത്യമായി ഓടുന്നുണ്ട്. 6 മാസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും അവിടെ കേടുകൂടാതെ ഇരിക്കുന്നു. കപ്പലിലെ പണവും സ്വർണവും ജീവനക്കാരുടെ വ്യക്തിപരമായ സാധനങ്ങളും അവിടെ തന്നെയുണ്ട്. കപ്പലിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തം. പക്ഷേ ക്യാപ്റ്റനെയും കുടുംബത്തെയും ആ 7 ജീവനക്കാരെയും മാത്രം അവിടെ ഒരിടത്തും കണ്ടില്ല. കപ്പലിലുണ്ടായിരുന്ന ഒരേയൊരു ലൈഫ് ബോട്ട്, അത് കാണാനില്ലായിരുന്നു. എന്തോ ഭയങ്കരമായ ഒന്ന് കപ്പലിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അവരെ ലൈഫ് ബോട്ടിലേക്ക് ചാടാൻ പ്രേരിപ്പിച്ചു. പക്ഷേ എന്തായിരുന്നു അത്? വർഷങ്ങളായി പലരും ഇതിന് ഉത്തരം നൽകാൻ ശ്രമിച്ചു. ചിലർ പറഞ്ഞത് കടൽക്കൊള്ളക്കാർ ആക്രമിച്ചു എന്നാണ്. എന്നാൽ കപ്പലിലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ആ വാദത്തെ തള്ളിക്കളയുന്നു. വേറെ ചിലർ കരുതിയത് കപ്പലിലുണ്ടായിരുന്ന ആൽക്കഹോൾ വീപ്പകൾ ചോർന്ന് വിഷവാതകമുണ്ടായപ്പോൾ ഭയന്നെല്ലാവരും പുറത്തേക്ക് ചാടിയതാകാമെന്നാണ്. മറ്റൊരു നിഗൂഢമായ വാദം സീ മോൺസ്റ്ററുകൾ അഥവാ ഭീമൻ നീരാളികൾ അവരെ പിടികൂടി എന്നതാണ്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. കപ്പലിലുണ്ടായിരുന്ന ലോഗ് ബുക്കിൽ അവസാനമായി എഴുതിയത് നവംബർ 25 അതിനുശേഷം ആ 10 പേർക്കും എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ഇരുട്ടിലാണ്. ഇനി നമുക്ക് ആമസോൺ എന്ന പേരിലുള്ള കപ്പൽ എങ്ങനെ മേരി സെലസ്റ്റ് ആയി എന്ന് നോക്കാം. 1861 കാനഡയിലെ നോവാ സ്കോട്ടിയയിലുള്ള ഒരു കപ്പൽശാലയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. ആദ്യം ഇതിന് ആമസോൺ എന്നായിരുന്നു പേര്. കപ്പലിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻ പുതുതായി വിവാഹിതനായ ഒരു യുവാവായിരുന്നു. എന്നാൽ ആദ്യ യാത്ര തുടങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരികെ എത്തിക്കാൻ ആ യാത്ര പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. പിന്നീട് മറ്റൊരു ക്യാപ്റ്റൻ്റെ കീഴിൽ യാത്ര തുടർന്ന ആമസോൺ ബ്രിട്ടനിലേക്കുള്ള ആദ്യ ചരക്ക് യാത്ര വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ മടക്കയാത്രയിൽ ഇംഗ്ലീഷ് ചാനലിൽ വച്ച് ഈ കപ്പൽ മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചു.
1867 ഒരു വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പലിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒടുവിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 1868 മേരി സെലസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1872 ഏകദേശം $10,000 ചിലവാക്കി കപ്പൽ വലിയ രീതിയിൽ പുതുക്കിപ്പണിതു. കപ്പലിൻ്റെ നീളം വർദ്ധിപ്പിക്കുകയും കൂടുതൽ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. ആ വർഷം ഒക്ടോബറിൽ പരിചയസമ്പന്നനായ 37-കാരൻ ബെഞ്ചമിൻ ബ്രിഗ്സ് കപ്പലിൻ്റെ പുതിയ ക്യാപ്റ്റനായി ചുമതലയേറ്റു. ചുരുക്കത്തിൽ തുടക്കം മുതലേ പല തടസ്സങ്ങളും അപകടങ്ങളും നേരിട്ട ഒരു ചരിത്രമാണ് ഈ കപ്പലിനുള്ളത്. മേരി സെലസ്റ്റ് എന്ന കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് ആധുനിക കാലത്ത് പല നിഗമനങ്ങളും കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. കപ്പലിലുണ്ടായിരുന്ന ആൽക്കഹോളിൽ നിന്നും വാതകം പുറത്തു വരികയും ഇത് ചെറിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ടാകാം. വലിയൊരു പൊട്ടിത്തെറി ഉടൻ ഉണ്ടാകുമെന്ന് ഭയന്ന് ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ് കപ്പലിലുള്ള എല്ലാവരോടും ഉടൻ തന്നെ ലൈഫ് ബോട്ടിൽ കയറാൻ നിർദ്ദേശിച്ചിരിക്കാം. കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ട് പിന്നീട് മോശം കാലാവസ്ഥയിൽപ്പെട്ട് കപ്പലിൽ നിന്നും വേർപെട്ടു പോയിട്ടുണ്ടാകാം എന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ അമാനുഷികമായ കരങ്ങളേക്കാൾ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുള്ള പെട്ടെന്നുള്ള തീരുമാനമാകാം ഇതിന് പിന്നിൽ. കപ്പൽ ഉപേക്ഷിക്കപ്പെടാൻ കാരണമായേക്കാവുന്ന മറ്റൊരു സാധ്യതയെക്കുറിച്ച് ഇങ്ങനെയും പറയുന്നുണ്ട്. ഈ കപ്പൽ അടുത്തിടെയാണ് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന കൽക്കരി പൊടിയോ മറ്റ് അവശിഷ്ടങ്ങളോ കപ്പലിലെ വെള്ളം പുറത്തേക്ക് കളയുന്ന പമ്പുകളെ തകരാറിലാക്കിയിരിക്കാം. കടൽ വളരെ പ്രക്ഷുബ്ധമായ സമയത്ത് കപ്പലിനുള്ളിൽ വെള്ളം ഉയരുന്നത് കൃത്യമായി അളക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ കപ്പൽ മുങ്ങുകയാണെന്ന് ഭയന്ന ക്യാപ്റ്റൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കപ്പൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാവാം എന്നാണ് കരുതപ്പെടുന്നത്. ചുരുക്കത്തിൽ സാങ്കേതികമായ തകരാറുകളും കടലിലെ മോശം സാഹചര്യങ്ങളും മൂലമുണ്ടായ ഭീതിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ക്യാപ്റ്റനെ നയിച്ചത് എന്ന് നിഗമനം. മേരി സെലസ്റ്റ് പിന്നീട് പലർക്കും വിൽക്കപ്പെട്ടെങ്കിലും ആ കപ്പലിനെ ചുറ്റിപ്പറ്റി ദുരന്തങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അതൊരു പ്രേതക്കപ്പലായി അറിയപ്പെട്ടു. കടലിൻ്റെ നടുവിൽ വച്ച് ആ 10 പേർക്ക് എന്ത് സംഭവിച്ചിരിക്കാം? അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? അതോ സമുദ്രം അവരെ വിഴുങ്ങിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ നിഗൂഢമായ കഥകൾക്കായി ദ മിസ്റ്ററി ഫയൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്